ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹംഗ്രി മൃണാളിലാണ്. എടപ്പള്ളി ലുലു മാളിൻ്റെ അടുത്തുള്ള ഔട്ട്ലെറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലഞ്ച് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ലഞ്ച് ടൈം ഒരു 1 o'clock ആയപ്പോൾ നമ്മളവിടെ എത്തി. അപ്പം ഈ ഷോർട്സിൽ ഞാൻ ഫുഡ് റിവ്യൂ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ള മാത്രം റിവ്യൂ ആണ്. പക്ഷേ വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട്. ഒരു ഷോർട്സിൽ തികയില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തരുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് മീൽസും ഒരു ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ സെൽഫ് സർവീസാണ്, ആദ്യമേ പറയട്ടെ. പിന്നെ മീൽസിൽ ഓരോന്നും പുള്ളി കസ്റ്റമൈസ് ചെയ്തേക്കുവാണ്. അതായത് റൈസ് പിന്നെ പല കറികൾ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജസ് ആണ്. റൈസിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒട്ടുമിക്ക കറികൾക്കും 20 തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പോർഷൻ കറിക്ക് 20 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ പപ്പടത്തിന് 7 രൂപയേ ഉള്ളൂ. ബോയിൽഡ് എഗ്ഗിന് 8 രൂപ. പിന്നെ ബിരിയാണിയുടെ കൂടെ ഡേറ്റ്സ് പീക്കിൾ എക്സ്ട്രാ വേണമെങ്കിൽ 5 രൂപ. അങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് എടുത്തു. അതുപോലെ സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, കൂട്ടുകറി, തോരൻ, പപ്പടം, പച്ചടി, കപ്പ, പായസം, ബീഫും കായും അത് സ്പെഷ്യലാണ്, അതിന് 66 രൂപ. ചിക്കൻ ഫ്രൈഡ് ബിരിയാണി അതിന് 140 രൂപ. ഡേറ്റ്സ് പിക്കിൾ, ബോയിൽഡ് എഗ്, ഇത്രയും സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും പറയാം. ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. റൈസിൻ്റെ പോർഷൻ സൈസ് നന്നായിട്ടുണ്ടായിരുന്നു. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന റൈസ് 20 രൂപയ്ക്ക് തരുന്നുണ്ട്. അതുപോലെ കറികളുടെ ടേസ്റ്റ്, സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. പുളിശ്ശേരി, അവിയൽ, കൂട്ടുകറി, എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പ്രശ്നം? പക്ഷെ ചൂടുണ്ടായിരുന്നില്ല. അത് തന്നെ പ്രശ്നം. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നത്. ഈ 1 മണിക്ക് എന്ന് പറയുമ്പം കൃത്യം ഒരു ലഞ്ച് ടൈം ആണല്ലോ. ആ സമയത്ത് തരുന്ന ഭക്ഷണത്തിന് ചൂടുണ്ടായിരുന്നില്ല. തണുത്ത് വിറങ്ങലിച്ചാണ് ഇരുന്നത്. അതുപോലെ ബിരിയാണീനെ പറ്റി പറയുവാണെങ്കിൽ 140 രൂപയ്ക്ക് ചിക്കൻ ഫ്രൈഡ് ബിരിയാണി. ഞാൻ പറയും കൊച്ചിയിൽ നമുക്ക് കിട്ടുന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് ആയിരിക്കും മൃണാളിൻ്റെ ഈ ബിരിയാണി. പക്ഷേ അതും തണുത്ത് വിറങ്ങലിച്ചാണ് ഇരുന്നത്. ഈ തണുത്ത ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഇത് തന്നെ ഇതേ കുറച്ച് ചൂടോടെ തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ പായസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. ഇതിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, പായസത്തിൽ മിൽക്ക് മെയ്ഡിൽ സേമിയ ഇട്ട് കലക്കിയതാണോ എന്ന് ചോദിച്ചാൽ 20 രൂപയ്ക്ക് മിൽക്ക് മെയ്ഡ് ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കിതിനെപ്പറ്റി ഒന്നേ പറയാനുള്ളൂ, മിസ്റ്റർ മൃണാൾ, നിങ്ങൾക്ക് ഈ പായസം തരുമായിരുന്നെങ്കിൽ നിങ്ങളിതിന് എന്തൊക്കെ പറഞ്ഞേനെ. അതുകൊണ്ട് പായസം ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പായസം അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ